അടിപൊളി. ഇത് സ്റ്റാൻഡ് ആക്കി എന്തൊരു ഭംഗിയായിരിക്കും അറിയാം. വീട്ടിലെ കുട്ടികളൊക്കെ അവർക്കൊരു ഹരം തന്നെ ആയിരിക്കും. നമ്മൾ പണ്ട് പകച്ചെന്ന പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ രസമായിട്ട് ഇത് നോക്കി നിൽക്കും. മൊത്തം 3 രീതിയിലാണ് നമുക്ക് സ്റ്റാറിനെ മിന്നി കത്തിക്കാൻ പറ്റുന്നത്. അടിപൊളി കേട്ടോ. ഇനി നമുക്ക് ഒരു കാര്യം, നമ്മൾ ഇതുണ്ടോ, ഇത് നമ്മൾ നോബ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കണ്ടോ? ഓ അടിപൊളി അടിപൊളി അടിപൊളി. എനിക്ക് എന്തായാലും ഇന്ന് എന്റെ വീട്ടിൽ പോയി ഞാൻ ചെയ്യും കേട്ടോ. എല്ലാരും ചെയ്യണം. എല്ലാരും നമ്മുടെ പിള്ളേരൊക്കെ കാണിക്കുമ്പോൾ അവർക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളുടെ വരുന്നത്. അപ്പൊ നമ്മൾ ഇതൊക്കെ സമയം കണ്ടെത്തി നമ്മുടെ മക്കൾക്ക് വേണ്ടി സമയം കണ്ടെത്തി നമ്മളൊക്കെ ചെയ്യണം. അന്നേരം ഇങ്ങനെ കുറച്ച് ഐറ്റം ഉണ്ടെങ്കിൽ ചേട്ടൻ പറയും സ്റ്റാർ കത്തിക്കാൻ പറ്റുന്ന പറയുന്നില്ലേ. നമ്മൾ കുട്ടിക്കാലത്ത് ഈ സ്റ്റാറുകൾ മിന്നി കത്തുന്നതുകൊണ്ട് ഒരുപാട് പകച്ചു നിന്നിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു ട്രിക്ക് നമുക്ക് അന്ന് അറിയില്ലായിരുന്നു. ചേട്ടന്മാർ ചെയ്ത് കണ്ടിട്ടുണ്ട്. നമുക്ക് അത് എങ്ങനെയാ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ എടുത്തിരിക്കുന്നത്? ഇപ്പം നമുക്ക് 2 രീതിയിലാണ് നമ്മൾ പറയുന്നത്. മൊത്തം 3 രീതിയിലാണ് നമുക്ക് സ്റ്റാറിനെ മിന്നി കത്തിക്കാൻ പറ്റുന്നത്. ഒരു രീതി ഇപ്പം പോസിബിൾ അല്ല, കാരണം അതിന്റെ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ലൈറ്റ് ഇപ്പൊ അവൈലബിൾ അല്ല. ഒരു 2 മാർഗങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണെന്ന് പറയാമോ? ഒന്ന്, നമ്മുടെ പഴയ ട്യൂബ് ലൈറ്റിന്റെ സ്റ്റാർട്ടർ വെച്ചിട്ട് നമുക്ക് മിന്നി കത്തിക്കാം. രണ്ടാമത് നമുക്ക് ചേസർ എന്നൊരു ചെറിയ എക്യുപ്മെന്റ് വെച്ചിട്ട് നമുക്ക് എത്ര സ്റ്റാറിനെ വേണമെങ്കിലും റൺ ചെയ്ത് മിന്നി കത്തിക്കാം. ഇതിന്റെ പേര് ചേസർ എന്നാണ് പറയുന്നത്. മാർക്കറ്റിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇത് നമ്മളോട് നിർമ്മിച്ചെടുത്തൊരു ചേസർ ആണ്. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 400 രൂപയൊക്കെ ഇത് കിട്ടാറുണ്ട്. എങ്ങും കിട്ടാത്ത സാധനമൊന്നുമല്ല. എല്ലായിടത്തും ക്രിസ്മസ് ആകുമ്പോൾ അവൈലബിൾ ആവുന്ന സാധനമാണ് ചേസർ. ഇത് ആർക്കും അറിയാമോ ഇത് എവിടെ ഇങ്ങനെ കിട്ടുമെന്ന്? ആ ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും അവൈലബിൾ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. അത് കാണിക്കുന്നത് എങ്ങനെയാണെന്ന്? തീർച്ചയായും. ഓക്കെ, തുടങ്ങിയാലോ. നമുക്ക് ആദ്യം നോക്കുന്നത്, നമുക്ക് സ്റ്റാർട്ടർ വെച്ചിട്ട് ഒരു സിംഗിൾ ലൈറ്റിനെ, അത് നിങ്ങൾ സിംഗിൾ സ്റ്റാർ ആണ് ഇടുന്നെങ്കിൽ ആ ലൈറ്റിനെ മിന്നി കത്തിക്കുന്ന മെത്തേഡാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഒരു കാര്യം, LED ബൾബോ മങ്ങളോ CFL ഒന്നും ഉപയോഗിക്കുമല്ല, പഴയ ഫിലമെന്റ് ബൾബാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിന്നി കത്തുമ്പോൾ LED ബൾബും CFL ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള സാധ്യത. അത് ഡ്രൈവർ ബോർഡ് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ സൈസ് ബൾബാണ് എപ്പോഴും അതിന് നല്ലത്. ഫിലമെന്റ് ബൾബാണ് നല്ലത്, അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഫിലമെന്റ് ബൾബിന്റെ വെട്ടത്തിന് പ്രത്യേക ഒരു ഭംഗിയുണ്ട് കാണാൻ. അതാണ്. തുടങ്ങിയാലോ? ഓക്കെ, നമ്മളിപ്പോ നിലവിൽ അനുഭവിക്കുന്ന സ്റ്റാർട്ടർ അല്ലേ? ഈ സ്റ്റാർട്ടർ ആണ് പഴയ ചോക്കിന്റെ സ്റ്റാർട്ടർ. 12 മുതൽ 20 രൂപ വിലയുള്ളൂ. ചീപ്പ് റേറ്റ് ആണ്. 12-13 രൂപ മാത്രമേ ഉള്ളൂ. 10-12 രൂപയും വിലയുള്ളൂ. അതാണ്. ഇത്ര സാധനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഒരു ബൾബ് കൊടുത്ത് 2 ലൈറ്റ് കൊടുക്കാൻ എല്ലാവർക്കും അറിയാം. സ്റ്റാർട്ടറിലും 2 വയർ കൊടുക്കാനും എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇതില് ഏതെങ്കിലും നമുക്ക് ലൈറ്റിൽ നിന്ന് വരുന്ന ലൈറ്റില് 2 വയറിൽ ഏതെങ്കിലും ഒരു വയറില് സ്റ്റാർട്ടറിന്റെ ഒരു ലൈന് ഇങ്ങനെ കണക്ട് ചെയ്യാം. അപ്പം ഈ കണക്ഷൻ അതുപോലെ സീരിയൽ കണക്ഷൻ എളുപ്പമാണ്. ദെൻ അപ്പൊ 2 നമുക്ക് എൻഡ് കിട്ടിയേ. എൻഡ് കൊടുക്കുക, കണക്ട് ചെയ്യുക. സ്റ്റാൻഡ് ആക്കി എന്തൊരു ഭംഗിയായിരിക്കും അറിയാം. വീട്ടിലെ കുട്ടികളൊക്കെ അവർക്കൊരു ഹരം തന്നെ ആയിരിക്കും. നമ്മൾ പണ്ട് പകച്ചെന്ന പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ രസമായിട്ട് ഇത് നോക്കി നിൽക്കും. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ ഇത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അതെ, സിമ്പിൾ സർക്യൂട്ട് അല്ലേ? സിമ്പിൾ, വലിയ പണിയൊന്നുമില്ല. ഒരു പണിയില്ല. ഒരു ബൾബ് കത്തിക്കണമെങ്കിൽ ഈ രീതി ചെയ്യാം. 1, 2, 3 ഈ 3 സ്റ്റാർ ആണെങ്കിൽ ഇതേ കണക്കൊരു സർക്യൂട്ട് ഇല്ലേ? ഇതേ കണക്ക് ചേസർ എന്നാണ് ഇതിന്റെ പേര്. നമുക്ക് ഇതിൽ എത്ര കണക്ഷൻ വേണമെങ്കിലും കൊടുക്കാം. അതനുസരിച്ചിട്ട് ചേസർ മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലേ? ആമസോണിലും കിട്ടുകയും ചെയ്യും. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നിങ്ങളുടെ ലോക്കൽ സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണ്. അതല്ലേ? അതൊന്നും കണക്ട് ചെയ്ത് കാണിക്കാവുന്ന വളരെ സിമ്പിൾ ആയിട്ട് കാണിച്ചു. രാത്രിയൊക്കെ എന്ത് ഭംഗിയായിരിക്കും ഈ ബൾബിനെ കത്തിയാണെങ്കിൽ. അതൊരു പ്രത്യേക ക്രിസ്മസ് എന്ന് പറയുമ്പോഴേ നമുക്ക് എല്ലാം ഒരു ആഘോഷത്തിന്റെ രാവാണ്. അപ്പൊ അതിനോട് ഇതും കൂടെ ആവുമ്പോൾ കളർഫുൾ ആയിരിക്കും. പണ്ടത്തെ നമ്മളെ അനുഭവങ്ങളൊക്കെ അത്ര അടിപൊളിയാണ്. നമുക്ക് എല്ലാ ആഘോഷങ്ങളും പിള്ളേരെ സംബന്ധിച്ച് എല്ലാ ആഘോഷങ്ങളാണ്. ചേട്ടന്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഇപ്പൊ ഇത്. അവന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ഓർമ്മകളിൽ നിന്ന് തപ്പിയെടുത്തത്. ചേട്ടന്റെ പേര് പറഞ്ഞില്ല? ബിലഹരി ശിവദാസ്. നമ്മുടെ സ്ഥലം ട്രിവാൻഡ്രം. നമുക്ക് തുടങ്ങിയാലോ? തീർച്ചയായും. മിനി കത്തിക്കുമല്ലേ? ഈ ഒരു മെത്തേഡ് കണ്ടു. ഇനി അടുത്തൊരു മെത്തേഡ് നമുക്ക് നോക്കാം. ഓക്കെ. ഇനി നമുക്ക് 2-ൽ കൂടുതൽ അല്ലെങ്കിൽ 1-ൽ കൂടുതൽ എത്ര ലൈറ്റ് വേണമെങ്കിലും മിന്നി കത്തിക്കാനുള്ള അടുത്ത മെത്തേഡ്. അപ്പോൾ നമ്മൾ 2 ലൈറ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ, നമ്മൾ ബൾബ് 40-50 വാട്ട്സിലേക്ക് ഉപയോഗിക്കാം. ഏത് വേണമെങ്കിലും. ഇതിൽ അങ്ങനെ കണക്കൊന്നുമില്ല. ഫിലമെന്റ് ബൾബാണ് നല്ലതെന്ന് മാത്രമേ ഉള്ളൂ. ഏത് വേണമെങ്കിലും. ഓക്കെ, അന്നേരം നമ്മൾ ഇതിനോട് കണക്ട് ചെയ്യാൻ പോവല്ലേ? അതെ ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോട്ടെ. ചേട്ടൻ ഇത് സ്വന്തമായിട്ട് നിർമ്മിച്ചല്ലേ ഈ കാണുന്നത്? അതെ, തീർച്ചയായും നമ്മൾ സ്വന്തമായിട്ട് ചെയ്തതാണ്. ജസ്റ്റ് ഉൾവശം ഒന്ന് കാണിച്ചാൽ ഇലക്ട്രോണിക്സോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് സ്വന്തമായിട്ട് മാർക്കറ്റ് ഇത് എത്ര വർഷമായി ചെയ്തിട്ട്? ഇത് ഞാനൊരു 5 വർഷത്തിന് മുന്നേ ചെയ്താണ്. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മാർക്കറ്റ് മേടിക്കുന്നത് ഇത്രയും നല്ല ക്വാളിറ്റി കാണും? ഡിപ്പെൻസ് ആണ്, ചിലത് കിടക്കും. ഞാൻ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ചേട്ടൻ ചെയ്ത് കൊടുക്കാൻ താല്പര്യം ചെയ്ത് കൊടുക്കും? ഇല്ല, നമ്മൾ ഓൾറെഡി കുറച്ച് ക്ലാസ്സുകളുടെ ഒക്കെ തിരക്കിലാണ്. ക്ലാസ് നമുക്ക് ലിഥിയം ബാറ്ററിയുടെ അറിയാം. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തു സ്വന്തമായിട്ട് പവർ ബാങ്ക് വൈഫൈയുടെ ബാക്കപ്പ് ഉണ്ടാക്കാം. വൈഫൈ ബാക്കപ്പ് ഉണ്ടാകും. നമ്മളിപ്പോ അതിന്റെ ക്ലാസ്സുകളും തുടങ്ങിയിട്ടുണ്ട്. വൈഫൈ ലിഥിയം ബാറ്ററി ബേസ് ചെയ്തുള്ള ക്ലാസ്സുകൾ.
നമ്മുടെ ഇലക്ട്രിക് വണ്ടിയുടെ ബാറ്ററി പാക്ക് സർവീസ് ചെയ്യാനുള്ള ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതല്ലേ, അതാണ് ലിഥിയം ബാറ്ററി എന്താണ് വലിയ ആൾക്കും അങ്ങനെ അറിയില്ല. നമ്മൾ ഇപ്പോഴും വരുന്ന എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളും ഉപയോഗിക്കുന്ന ലിഥിയം ബാറ്ററി അല്ലെങ്കിൽ ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി ഒക്കെ ഉപയോഗിക്കുന്നത്. അതൊക്കെ എങ്ങനെ സ്വന്തമായിട്ട് അസംബ്ലി ചെയ്യാം, അസംബ്ലി ചെയ്യാൻ, റിപ്പയർ ചെയ്യാൻ. ഇപ്പൊ റിപ്പയറിംഗ് ആണ് മാർക്കറ്റിലെ ഏറ്റവും വലിയ തലവേദന. ഒരുപാട് വണ്ടികളുടെ കമ്പനികൾ നിർത്തി പോയിട്ടുണ്ട്. അതാണ്. അപ്പൊ എന്ത് ചെയ്യും, ആൾക്കാർക്ക് മീൻസ് ഷോറൂംകാർക്ക് പോലും ഇവരെ റിപ്പയർ ചെയ്യണം നല്ല അറിയാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിന്റെ കോഴ്സുകളും ബിസിനസ് തുടങ്ങാനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്തു കൊടുക്കും. ചേട്ടാ, ഞാനൊരു കാര്യം, നമ്മൾ ഇലക്ട്രിക് വാഹനം ചെറിയ സ്കൂട്ടറൊക്കെ പലയിടത്തും ഡെഡ് ആയിരിപ്പുണ്ട്, ബാറ്ററി കംപ്ലൈന്റ് ഒന്ന് ചേട്ടൻ അടുത്ത് കൊണ്ടുവന്ന സർവീസ് കൊടുക്കും. നമ്മളിവിടെ സർവീസും ചെയ്ത് കൊടുക്കുന്നുണ്ട്, പുതിയ പാക്കുകളും ചെയ്തു കൊടുക്കും. അതല്ലേ, അങ്ങനെ നമുക്ക് കത്തിച്ചാലോ. ബാക്കി നമുക്ക് നമ്മുടെ ക്രിസ്മസ് പൊളിയാക്കാം. നമുക്ക് അതാണ് ക്രിസ്മസ് ആണ് ഇപ്പം വലുത് നമുക്ക്. അപ്പൊ 2 ബൾബ് എടുത്തില്ലേ നമ്മള്, 2 ഹോൾഡർ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ 2 ബൾബിലാണ് ചെയ്യുന്നത്. എത്ര ബൾബിൽ ചെയ്യണം നമ്മൾ പറഞ്ഞു. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ കോമൺ ലൈൻ ആദ്യം കണക്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ 2 കളർ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ 2ന്റെ കോമൺ ലൈന് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നിച്ചാക്കുന്നു. എല്ലാ ചേസറിലും ഒരു ന്യൂട്രൽ, പിന്നെ ബാക്കിയെല്ലാം ഫേസും ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത് കുറച്ച് പഴയതാണ്, 5 വർഷം പഴയതാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് ആ ന്യൂട്രലിലേക്ക് ഈ കോമൺ കണക്ഷനെ കൊടുക്കുവാണ്. ചേസർ പേരില്ലേ, ഇതിൽ നമ്മൾ ചേസർ എന്നാണ് മാർക്കറ്റ് വിളിക്കുന്നത്. ചേസർ നോക്കിയാൽ മാത്രം മതി, ചേസർ കണക്ട് ചെയ്താൽ കിട്ടും. ഓക്കെ, ഇപ്പൊ ഈ 2 ബൾബിന്റെയും കോമൺ ലൈൻ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത ഫേസ് ആണല്ലേ, ഇത് 2ന്റെ ഓരോ ഫേസ് ആണ്. നമ്മൾ ഓരോന്നിനായിട്ട് ഇത് കൊടുക്കുവാണ്. ഒരെണ്ണം കൊടുത്തു, 2 എണ്ണം കൊടുത്തു. നമുക്ക് നിലവിൽ എത്ര ബൾബ് വരെ കൊടുക്കാൻ പറ്റും? അത് 10 or 20. നമ്മൾ ഈ എന്താണ് പറയുന്നത്, ഈ ലൈറ്റിംഗ് നമ്മുടെ അമ്പലങ്ങളും പള്ളിയിലൊക്കെ ലൈറ്റിംഗ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, ലൈറ്റ് ഒരുപാട് ചെയ്യുന്നത്, അവരൊക്കെ ചേസറിന്റെ വലിയ ചേസറുകളാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നിലവിൽ നമുക്ക് 3 എണ്ണം കൊടുക്കാം. നമുക്ക് 3 എണ്ണം, നമ്മൾ 3 എണ്ണത്തിന് വേണ്ടി കത്തിയാണ്. ഈ കാണുന്ന 3 സ്റ്റാർ കത്തി അണയ്ക്കുന്ന സംഭവമാണ് കേട്ടോ. സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഇപ്പൊ കാണിക്കുന്നത്. ബ്ലാക്ക് നമ്മൾ കോമൺ ബ്ലാക്ക് കൊടുത്തു, ചേസറിൽ 2 ലൈനിൽ കൊടുത്തു. ഇനി ഒന്നും കൊണ്ടെങ്കിൽ അതിലും കൊടുക്കാം. നമ്മൾ ജസ്റ്റ് പറഞ്ഞു തരാൻ വേണ്ടി 2 ലൈറ്റ് മാത്രം കൊടുത്തേ. കത്തിക്കാൻ പോലെ ഇതാണ് ചേസറിന്റെ ഇൻപുട്ട്. നമ്മൾ കൊടുത്തു. അടിപൊളി കേട്ടോ. ഇനി നമുക്ക് ഒരു കാര്യം, നമ്മൾ ഇതുണ്ടോ, ഇത് നമ്മൾ നോബ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കണ്ടോ? ഓ, അടിപൊളി അടിപൊളി അടിപൊളി. എനിക്ക് എന്തായാലും ഇന്ന് എന്റെ വീട്ടിൽ പോയി ഞാൻ ചെയ്യും കേട്ടോ. എല്ലാരും ചെയ്യണം. നമ്മുടെ പിള്ളേരൊക്കെ കാണിക്കുമ്പോൾ അവർക്ക് ഇതുപോലെ കുഞ്ഞു സന്തോഷങ്ങളുടെ വലുത്. അപ്പൊ നമ്മൾ ഇതൊക്കെ സമയം കണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി സമയം കണ്ട് നമ്മളൊക്കെ ചെയ്യണം. നമ്മൾ ഈ വർഷം അവസാനം ക്രിസ്മസ് ആകുമ്പോൾ പ്രത്യേക ഒരു കാറ്റും ഒരു രസമാണല്ലേ. ഇതിന്റെ ചെറിയൊരു വെട്ടത്തിൽ നമ്മൾ വീണ്ടും മുൻവശത്തേക്ക് എന്ത് രസമാണ്. മഞ്ഞൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഈ ലൈറ്റ് കൊണ്ട് കത്തുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്, ഒരു പ്രത്യേക ഒരു അനുഭവങ്ങളാണ്. പഴയ കാലം നമുക്ക് ഓർക്കാൻ പറ്റും. അതെ, നമുക്ക് പ്രത്യേക മെമ്മറി നമുക്ക് റിമൈൻഡ് ചെയ്ത് കിട്ടും. അതാണ് കേട്ടോ പേര്. സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. ഉണ്ടോ? സ്പീഡ് കൂട്ടിയിട്ടായിരുന്നു. അടിപൊളി 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 അടിപൊളി. സ്പീഡ് കൂട്ടിയിട്ടും സ്പീഡ് കുറച്ചിട്ടും നമുക്കത് ചെയ്യാം. ഇപ്പൊ 2 ബൾബ് ആയതുകൊണ്ടാണ് എത്ര ബൾബ് വന്നാലും ഇങ്ങനെ പാസ് ചെയ്ത് പോകും. അതല്ലേ. പിന്നെ ചേസറിൽ പല അറേഞ്ച്മെന്റിലൊക്കെ കത്തുന്ന, മീൻസ് നമ്മൾ മാർക്കറ്റിൽ തന്നെ ചേസറിൽ ഇതിപ്പോ ആദ്യത്തെ ഒന്ന് കത്തും, പിന്നെ അവസാനത്തെ കത്തും. ഇങ്ങനെ നമുക്ക് അതിന്റെ അറേഞ്ച്മെന്റ് മാറ്റാനുള്ള ഓപ്ഷൻ ഉള്ള ചേസറൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കേടാ. അങ്ങനെ നമ്മൾ ലിഥിയം ബാറ്ററിയെ കുറിച്ചൊക്കെ ക്ലാസ് അത് എങ്ങനെ ചെയ്യാൻ പഠിക്കണമെന്ന് താല്പര്യം ചേട്ടനെ കോൺടാക്ട് ചെയ്യില്ലേ? നമ്മൾ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് അതോടെ ബന്ധപ്പെട്ട ബിസിനസ് തുടങ്ങണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ചേട്ടാ, ഞാൻ വേറെ കാര്യം നമ്മൾ ഇലക്ട്രിക് വണ്ടിയുടെ കാര്യം പറഞ്ഞായിരുന്നു. അതിന്റെ ബാറ്ററി ആണെങ്കിൽ സർവീസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഇങ്ങനെ ചെയ്യേണ്ട രീതികളെ പറഞ്ഞായിരുന്നു. അത് കണക്കിന് ഒരുപാട് ഡിവേഴ്സിൽ നമ്മൾ പല മാർക്കറ്റിൽ ഇറങ്ങുന്ന എല്ലാത്തിനും ലിഥിയം ബാറ്ററിയാണ് വരുന്നത്. അപ്പൊ അത് നമുക്ക് റിപ്പയർ ചെയ്യാനും പഠിപ്പിക്കാനും പറ്റും, റിപ്പയർ കൊടുക്കാനും പറ്റൂല്ലേ. ഇത് കണക്കിന് നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരുപാട് ഐറ്റങ്ങൾ വാങ്ങാൻ കിട്ടും. ഫാൻ ആയാലും TV, ചെറിയ ഐറ്റങ്ങൾ ഒരുപാട് കിട്ടും. ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത്. അന്നേരം ഇങ്ങനെയുള്ള സാധനങ്ങളെ കംപ്ലൈന്റ് ഒന്നും എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കളയാതെ സർവീസ് ചെയ്തെടുക്കാം അല്ലേ? നല്ല അടിപൊളി ബാറ്ററി ഉപയോഗിച്ച്. ബാറ്ററിയുടെ പ്രശ്നമാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് അത് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. അതല്ലേ, അത് എങ്ങനെ മാറ്റണമെന്ന് ചേട്ടൻ പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് സാധനം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പഠിപ്പിക്കാനാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ്. കാരണം ഞാൻ ബേസിക്കലി ഒരു ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ ആൾക്കാരെ പഠിപ്പിക്കാൻ ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലിഥിയം ബാറ്ററിയുടെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്, അവയർനെസിന്റെ ക്ലാസ് 1000 രൂപയ്ക്ക് നമ്മളിവിടെ
ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ, അന്നേരം ചേട്ടന്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതായിരിക്കും. ചേട്ടൻ പല ആൾക്കാരും വിളിക്കും, കോൾ അറ്റൻഡ് ചെയ്യണം. ഏത് പ്രായക്കാർക്കും വിളിക്കാം, ഏത് പ്രായക്കാർക്കും പഠിക്കാം. അന്നേരം എല്ലാരും ഈ പ്രാവശ്യം ക്രിസ്മസ് അടിച്ച് പൊളിക്കാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ചേട്ടൻ കണ്ടെത്തിയെന്നല്ല, ഓൾറെഡി മാർക്കറ്റിലെ കണ്ടെത്തിയെന്നും പറയാൻ പാടില്ല, ഓൾറെഡി മാർക്കറ്റിലുള്ള നമ്മൾ റിവ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ റിലീവ് ചെയ്യും, അത്രേ ഉള്ളൂ. അന്നേരം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പൊ എന്റെ അമലിന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ വക ഒരു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ കേട്ടോ.